الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم. أنا സഹോദര മാരെ സദസ്യരെ ശ്രോതാക്കളെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായ വർത്തിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ കേൾക്കുന്ന ഉപദേശങ്ങൾ നട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു സഹായിക്കട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്ന കാലയളവിൽ ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുവാനും ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, നാം ഇന്ന് സംസാരിക്കാമെന്ന് പരസ്യം ചെയ്തതായ സബ്ജക്റ്റ് വിജ്ഞാനങ്ങളിൽ നല്ല വിജ്ഞാനം, അറബികൾ പറയാറുള്ളത് പോലെ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, സാന്ദർഭോചിതമായുള്ള സംസാരമാണ്. ലിക്കുല്ലി മഖാമിൻ മഖാൽ എന്നും അറബികൾ പറയാറുണ്ട്. എല്ലാ വേദിക്കും അനുയോജ്യമായ സംസാരമുണ്ട്. ഈ മൊഴികളെ ആസ്പദമാക്കി ഇന്ന് നാം ചർച്ച ചെയ്യേണ്ടതായ സബ്ജക്റ്റ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ മാസവുമായി ബന്ധപ്പെട്ട് ഖുർആനിലും സുന്നത്തിലും എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ്. അത് നാം കാലത്തിൻ്റെ ധൃതി കാരണത്താൽ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു. ഷഅബാനിനെക്കുറിച്ച് കഴിഞ്ഞ കൊല്ലം ചർച്ച ചെയ്തത് ഏതാനും ദിവസങ്ങൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അത് കാലം നമ്മോട് വളരെ പെട്ടെന്ന് വിടവാങ്ങുന്നു എന്നതിലേക്കും ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി മുൻകൂട്ടി വിവരം നൽകിയതിലേക്കൊക്കെ സൂചനയാണ്. ഏതായാലും ഇരിക്കട്ടെ, ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാം വിശുദ്ധ ഫുർഖാനുൽ അദീമിലേക്ക് ചെല്ലുന്നതിന് മുമ്പായി പ്രധാനമായി ഈ മാസത്തിൽ നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു ഈ മാസത്തിൽ ചെയ്യാറുള്ളത് എന്നതിനെക്കുറിച്ച് ബുഖാരിയിലും മുസ്ലിമിലും അതുപോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്കെന്താണ് പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്നത് ആദ്യം നാം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഫീ ശഅബാൻ ഹത്താ നഖൂൽ ലാ യുഫ്തിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു, നോറ്റുകൊണ്ടേയിരിക്കാറുണ്ടായിരുന്നു. അത് വർദ്ധിപ്പിക്കുന്ന വർധനവ് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നിപ്പോകും, എന്തേ റസൂല് നോമ്പ് ഒഴിവാക്കൂലേ, തുടർന്ന് നോക്കുമോ എന്ന് ഞങ്ങൾ പറഞ്ഞു പോകും. അപ്രകാരം തന്നെ ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിലുള്ള ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കും, എന്തേ നോമ്പ് നോക്കൂലേ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകും. ആ രൂപത്തിൽ ആണ് റസൂലുള്ളാഹി ശഅബാനിനെ കണ്ടിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. എന്നിട്ട് അവർ അതേ ഹദീസിൽ തന്നെ തുടരുന്നതായ ശൈലിയിൽപ്പെട്ടതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി നോമ്പ് നോക്കാറുള്ള മാസമായിട്ട് ഞാൻ കാണാറുള്ളത്, അത് അധികവും അങ്ങനെ എന്ന അർത്ഥത്തിലേക്ക് അത് റമദാനിനെ മാത്രമാണ്. മറ്റു മാസങ്ങളിൽ പരിപൂർണമായി കൂടുതൽ നോക്കാറില്ല നോമ്പ് എന്ന അർത്ഥത്തിലേക്കാണ് മറ്റു ഹദീസിൻ്റെ സഹായത്തോടു കൂടി. വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു, അപ്രകാരം തന്നെ നോമ്പ് ശഅബാനിനെ പോലെ വർദ്ധിപ്പിക്കുന്നതായ ഒരു മാസത്തെയും ഞാൻ കണ്ടിട്ടുമില്ല. നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ബുഖാരിയിൽ 1969, മുസ്ലിമിൽ 1156. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ വേറെ ഹദീസിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു, ലം യകുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഷഹ്റൻ
അക്സറ മിൻ ഷഅബാൻ, അതേ അർത്ഥം തന്നെയാണ്. റിവായത്ത് വേറെയാണ്, സനദ് വേറെയാണ്. ആയിഷ പറയുന്നു റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ നോക്കാറുള്ളത് പോലെ കൂടുതൽ നോമ്പ് മറ്റു മാസങ്ങളിൽ നോക്കാറുണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ ഷഅബാൻ മുഴുവനും നോക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇതിന് വിപരീതമല്ല, മറിച്ച് ഏറ്റവും അധികം പരിപൂർണമായി നോക്കാതിരിക്കലാണ്. ചിലപ്പോഴൊക്കെ എന്തു ചെയ്യും? ഷഅബാൻ പരിപൂർണമായി നോക്കുകയും ചെയ്യും. അതോട് തുടർന്ന് അതേ ഹദീസിൽ ഇങ്ങനെ കാണുന്നു, വകാന യഖൂലു, അവർ പറയാറുണ്ട്, ഖുദൂ മിനൽ അമലി മാ തുതീഖൂൻ, നിങ്ങൾ വല്ല അമൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്താൽ മതി. ഇത് നിർബന്ധമായ അമലിനെ കുറിച്ചല്ല ചർച്ച. സുന്നത്തായ നോമ്പുകളോ അപ്രകാരം തന്നെ നിസ്കാരങ്ങളോ അവകളെക്കുറിച്ചാണ് ചർച്ച. എന്നല്ലാതെ ഫർളായ അമലുകൾ ഇഷ്ടമുള്ളത്ര ചെയ്യുക, അല്ലാത്ത ഒഴിവാക്കാന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി ഈ വാക്കിലൂടെ സുന്നത്തായ അമലുകളെക്കുറിച്ചാണ്. ഖുദൂ മിനൽ അമലി മാ തുതീഖൂൻ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന, പ്രവർത്തിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ആരംഭിക്കുക. ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു, നിങ്ങളിൽ നിന്നിട്ട് മടി ഉടലെടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്നതായ അനുഗ്രഹങ്ങൾ നിന്നിട്ട് പിൻവലിക്കും. നാം എത്ര കണ്ട് മുന്നോട്ട് കുതിക്കുന്നു, എത്ര കണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അമലിൽ തുടർച്ചയായിട്ട് ചെയ്യണമെന്ന നിർബന്ധം നമുക്ക് ഉണ്ടാകുന്നു, അത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അടുപ്പിക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലേക്ക്. അതെ, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, വഹബ്ബുസ് സ്വലാത്തി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദൂവിമ അലൈഹി, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരങ്ങൾ അത് സ്ഥിരമായി നമസ്കരിക്കുന്നതായ നമസ്കാരമാണ്. അത് നബിയുടെ പ്രത്യേകതയാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ നമുക്കും ഉള്ളതാണ്. നബിയുടെ പ്രത്യേകതയാണ്, ഇൻ സല്ലാ സലാത്തൻ ദാവമ അലൈഹ, വല്ല നമസ്കാരവും വല്ല സമയത്തും നമസ്കരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കലില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ളതാണ്. ഒരു പ്രത്യേക ടൈമിൽ അള്ളാഹുമായുള്ള ടച്ച് ഉണ്ടാക്കാൻ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നമസ്കരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നമസ്കാരം ഒഴിവാക്കലില്ല. അതിന് തെളിവായിട്ട് നാം എൻ്റെ ഓർമ്മയിൽ വരുന്നു, അതുകൊണ്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്റാനിൽ നിന്നിട്ടോ മറ്റോ വന്നതായ നിവേദക സംഘത്തോട് സംസാരിച്ചത് കാരണത്താൽ അതിൽ മുഴുകിയപ്പോൾ ദുഹറിൻ്റെ ശേഷം നമസ്കരിക്കേണ്ട സുന്നത്തിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമസ്കരിക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസർക്ക് ശേഷം ഖളാ വീട്ടി. അത് കാരണത്താൽ പിന്നെ റസൂലുള്ളാഹി സ്ഥിരമായി നമസ്കരിക്കാറുണ്ടായിരുന്നു. അതിന് റസൂലിന് മാത്രമുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സുന്നത്ത് ഖളായി കഴിഞ്ഞാൽ ആ സുന്നത്തിനെ ഇനി അഥവാ വീട്ടണമെന്ന അഭിപ്രായ പ്രകാരം തന്നെ വീട്ടുകയാണെങ്കിൽ അസർക്ക് ശേഷം എന്തില്ല, വീട്ടേണ്ടതില്ല. അസർക്ക് ശേഷം സുന്നത്തില്ല എന്നതുകൊണ്ട് അസർക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്താണ്. അസർക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്താണ്. അത് അഥവാ സമയമുണ്ടെങ്കിൽ 4 എണ്ണം നമസ്കരിക്കുക, അല്ലെങ്കിൽ തഹയ്യത്ത് എന്നോണം പള്ളിയിൽ കയറിക്കഴിഞ്ഞാൽ 2 എണ്ണം നമസ്കരിക്കുക. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅതു ആയിഷത, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, കാന യകൂനു അലയ്യ, ചിലപ്പോൾ എനിക്ക് നിർബന്ധമായ നോമ്പ്, മിൻ റമളാന, റമളാൻ മാസത്തിൽ നിർബന്ധമായ നോമ്പ്, അത് ആ ബാധ്യത നിർവഹിക്കേണ്ടതാണ്. എത്ര പെട്ടെന്ന് സാധിക്കുന്നു അത്ര പെട്ടെന്ന്, പ്രത്യേകിച്ച് സ്ത്രീകൾ നിർബന്ധമായ നോമ്പ് ഒഴിവാക്കേണ്ടവരിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രോഗമോ അല്ലെങ്കിൽ യാത്രയോ ആണെങ്കിലാണ് ഒഴിവാക്കേണ്ടി വരിക. സ്ത്രീകൾക്ക് 3ാമത്തെ കാരണമുണ്ട്. അതെന്താണ്? അവർക്ക് മെൻസസ് ഉണ്ടാവുക അല്ലെങ്കിൽ പ്രസവം ഉണ്ടാവുക എന്ന കാരണത്താൽ. ആയിഷ പറയുന്നു, അങ്ങനെ എനിക്ക് നിർബന്ധമായ നോമ്പ് ഖളാ ആയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമുക്കറിയാവുന്നതാണ്, ആയിഷ പറയാതെ തന്നെ അറിയുന്നതാണ് റളിയല്ലാഹു തആല അൻഹ, അവർ റസൂലുള്ളാഹിൻ്റെ വീട്ടുകാരിയാണല്ലോ. റസൂലുള്ളാഹിൻ്റെ വീട്ടുകാരിയാകുമ്പോൾ ധാരാളമായ തിരക്കുകളും റിസാലത്തുമായി ബന്ധപ്പെട്ടതായ നബിയോട് കടപ്പാട് നിർവഹിക്കുക എന്ന ആ നബിൻ്റെ വീട് നിറഞ്ഞ സാധാരണക്കാരെ വീടല്ലല്ലോ. അത് കാരണത്താൽ എനിക്ക് പലപ്പോഴും ഈ ഖളായ നോമ്പ് നോക്കാൻ സമയം കിട്ടാറില്ല. അങ്ങനെ അതിനെ ഞാൻ പിന്തിപ്പിക്കും. ഇതുവരെ ശഅബാന് വരെ പിന്തിപ്പിക്കും. അങ്ങനെ ശഅബാന് വരെ പിന്തിച്ചിട്ട് ഞാൻ റമദാനിലുള്ള നോമ്പിനെ ശഅബാനിലായിരിക്കും എന്ത് ചെയ്യുക, കഴിഞ്ഞ റമദാൻ കേട്ടാ, കഴിഞ്ഞ റമദാനിലുള്ളതായ നോമ്പിനെ ഞാൻ വീട്ടിലെപ്പോഴായിരിക്കും, ശഅബാനിലായിരിക്കുമെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇത് സ്ഥിരീകരിക്കപ്പെട്ട മറ്റ് ഹദീസ് ഉണ്ടല്ലോ. ഏത്?
6 നോമ്പിൻ്റെ കാര്യം അത് തുടർച്ചയായിട്ട് തന്നെ നോക്കണം എന്നതാണ്. അപ്പോൾ തുടർച്ചയായിട്ട് നോക്കുക എന്നതായ ആ ബാധ്യത അത് സുന്നത്താണെങ്കിലും റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ ദിവസത്തിന് മാത്രം നാം ഫ്രീ ആക്കുക. അല്ലെങ്കിൽ ഇവിടെയൊക്കെ സൗദി അറേബ്യയിലൊക്കെ കാണും പോലെ പെരുന്നാൾ ദിവസങ്ങളായിട്ട് 2-3 ദിവസങ്ങളൊക്കെ അവർ നോമ്പ് പിടിക്കുമ്പോൾ അതിഥികളെ സ്വീകരിക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് അവർ നോമ്പ് പിടിക്കാൻ ആരംഭിക്കൽ തന്നെ ഒരു പക്ഷേ 4-ാം ദിവസമായിരിക്കാം. പ്രയാസമില്ല. പക്ഷേ തുടർന്നാകുമ്പോഴാണ് നല്ലത്, ഉത്തമം. അങ്ങനെയാണ് ഹദീസിലുള്ളത്. എന്ത്? സുന്നത്ത് നോമ്പ് തുടർച്ചയായിട്ട് നോക്കണം എന്നതാണ്. ഈ തുടർച്ചയായിട്ട് നോക്കുമ്പോൾ റമദാൻ മാസത്തിലുള്ള ഖള ഉണ്ടെങ്കിലോ, റമദാൻ മാസത്തിൽ ഒരാൾ യാത്രയിലായിരുന്നു, അല്ലെങ്കിൽ ഒരാൾ രോഗിയായിരുന്നു, അല്ലെങ്കിൽ ഒരാൾ സ്ത്രീ ആയത് കാരണത്താൽ മെൻസസിലോ പ്രസവ ചോരയിലോ മറ്റോ മുടങ്ങിയിരുന്നു, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളമോ അവർ അതിനുള്ള സൗകര്യം ലഭിക്കുമെങ്കിൽ എന്ത് ചെയ്യുക? അപ്പടി തന്നെ അവർ ഖള വീട്ടിയതിൻ്റെ ശേഷം സുന്നത്ത് നോമ്പ് പിടിക്കുക. മനസ്സിലായില്ലേ? തുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ എന്നാണ് ഹദീസിൻ്റെ ശൈലി. മൻസാമ റമദാന, ഒരാൾ നോമ്പ് റമദാനിലുള്ളത് പിടിച്ചു കഴിഞ്ഞാൽ തുമ്മ അത്ബഅഹു, പിന്നെ തുടർത്തുകയും ചെയ്തു. എന്തിനെ? സിത്തം മിൻ ശവ്വാല, ശവ്വാലിലുള്ളതായ 6 നോമ്പിനെ. അപ്പോൾ റമദാൻ പരിപൂർണമാക്കാത്തവൻ റമദാൻ നോക്കിയിട്ടില്ല, റമദാനിലുള്ള ആ 30 നോമ്പോ 29 നോമ്പോ നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോഴോ അയാൾ റമദാൻ നോമ്പാണ് ആദ്യം ഉദ്ധിക്കേണ്ടത് എന്ന നിഗമനക്കാരാണ് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ. മനസ്സിലായല്ലോ? അപ്പോൾ റമദാനിലുള്ള നിർബന്ധമായ നോമ്പ് ഒരാൾ യാത്ര കാരണത്താലോ മറ്റോ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ശവ്വാലിലുള്ള 6 നോമ്പ് അത് നോക്കുന്നതിന് മുമ്പായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? റമദാൻ്റെ ഖള ആയ നോമ്പ് വീട്ടേണ്ടത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അതിനുവേണ്ടി തുനിഞ്ഞാൽ ഈ സുന്നത്തായ നോമ്പ് നഷ്ടപ്പെടും. പിന്നെ സുന്നത്ത് കിട്ടൂല, ടൈമില്ല, ധൃതിയിൽപ്പെട്ടു, അല്ലെങ്കിൽ പ്രയാസത്തിൽപ്പെട്ടു. അങ്ങനെയൊക്കെയാണെങ്കിൽ അയാൾ ആ ശവ്വാൽ മാസത്തോട് വിടവാങ്ങുന്നതിന് മുമ്പായിട്ട് സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് പ്രത്യേക സമയത്ത് ചെയ്യേണ്ടതായ ഒരു അമലാണല്ലോ. പ്രത്യേക സമയത്ത് ചെയ്യേണ്ട ഒരു അമലാണ് എന്ത്? ശവ്വാലിലുള്ളതായ 6 നോമ്പ്. അപ്പോൾ 6 നോമ്പ് അയാൾക്ക് റമദാൻ മുമ്പ് പൂർത്തിയാക്കാത്തത് കൊണ്ട് എന്ന ആ കാരണത്താൽ അയാൾക്ക് അത് നോക്കാൻ പറ്റിയിട്ടില്ല. അവസാനം ഇതും പോകും അതും പോകും എന്ന് പറഞ്ഞ മാതിരി റമദാൻ പിന്നെയും പിന്തിപ്പിക്കാം. റമദാൻ ഈ ആയിഷ കാട്ടിയതുപോലെ റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്തു? ആയിഷക്ക് തിരക്കുള്ളത് കൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ റമദാൻ നോമ്പിനെ പിറ്റേത്തെ അതേ വർഷത്തിൻ്റെ അവസാനമുള്ള ശഅബാൻ വരെ നീട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് നോക്കുമെന്ന് പറഞ്ഞ ആ തെളിവനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? നാം ശവ്വാലിലുള്ളതായ നോമ്പ് ശവ്വാലിനോട് വിടവാങ്ങുന്നതിന് മുമ്പ് തന്നെ നോക്കാം. ഫർദിനെ പിന്നെ വീട്ടാം. ഈ ഹദീസിൻ്റെ ഇതും സഹീഹായ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായ ഹദീസ്. ഇത് ബുഖാരിയിലാണ് 1970, മുസ്ലിമിലുമുണ്ട് 782 നമ്പർ ഹദീസ്. ആയിഷ റമദാനിലുള്ള നോമ്പിനെ ഖളാ വീട്ടൽ ധൃതി കാരണത്താൽ വീട്ടിൽ റസൂലുള്ളാഹിൻ്റെ നുബുവത്തിൻ്റെ വീട്ടിലായതുകൊണ്ട് അവർക്ക് സാധിക്കാത്തത് കൊണ്ട് ശഅബാൻ വരെ നീളും, ശഅബാനിൽ വീട്ടും എന്ന് പറഞ്ഞതായ ഹദീസ്. ആ ഹദീസിൽ നിന്നിട്ട് തെളിവ് എടുത്തുകൊണ്ട് ഈ രൂപത്തിൽ വല്ല നിർബന്ധിതാവസ്ഥയിൽ സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും 6 നോമ്പ് ശവ്വാലുള്ള നോക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലെങ്കിൽ അവൾക്ക് നോക്കാൻ സാധിച്ചില്ലെങ്കിൽ, റമദാനുള്ളത് കാരണത്താൽ റമദാൻ നോമ്പുള്ളത് കാരണത്താൽ സാധിച്ചിട്ടില്ലെങ്കിൽ, അഥവാ ശവ്വാലിനോട് വിടവാങ്ങും, ശവ്വാൽ നമുക്ക് ലഭിക്കൂല എന്ന് കണ്ടാൽ അവനെന്ത് ചെയ്യട്ടെ? അതിനെ മുന്തിക്കട്ടെ. അത് പ്രത്യേക ടൈമിൽ നിർവഹിക്കാനുള്ളത് കൊണ്ട് പിന്നെ നിർബന്ധമായ നോമ്പാകുന്ന റമദാൻ നോമ്പിനെ മറ്റു മാസങ്ങളിലേക്ക് നീട്ടുകയും ചെയ്യട്ടെ. ബഹുഭൂരിപക്ഷം പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പെട്ടെന്ന് റമദാൻ്റെ നോമ്പ് വീട്ടാൻ സാധിച്ചു അത്ര പെട്ടെന്ന് വീട്ടിയതിൻ്റെ ശേഷമാണ് 6 നോമ്പ് നോൽക്കേണ്ടത് എന്നത് തന്നെയാണ്. പക്ഷേ സ്ത്രീകൾക്കൊക്കെ അത് നടപ്പാക്കാൻ സാധിച്ചോണമെന്നില്ല. അവർക്ക് കുട്ടികൾക്ക് മുല കൂട്ടേണ്ട പ്രശ്നമുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കുട്ടികളെ വളർത്തേണ്ട പ്രശ്നമുണ്ടായിരിക്കും, അവർക്ക് മെൻസസ് കാരണത്താൽ പിന്തിയ നോമ്പുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ അവർ ഉദ്ദേശിച്ച സമയത്ത് അവർക്ക് വിടാൻ സാധിച്ചോണമെന്നില്ല. എങ്കിലും അവർ ഖള വീട്ടുക തന്നെ വേണം. അതാണ്
ഏറ്റവും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിഗമനം. എന്നല്ലാതെ മുലയൂട്ടുന്ന കാരണം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് പ്രയാസം വന്നു പോകണ്ട, ഞാൻ ഗർഭിണിയാണ്, പള്ളയിലുള്ള കുട്ടിക്ക് പ്രയാസം വന്നു പോകണ്ട, ഞാൻ നോമ്പ് പിടിച്ചാൽ എന്ന കാരണം പറഞ്ഞിട്ടോ അവർ എന്ത് ചെയ്യരുത്, ആ നോമ്പിനെ നഷ്ടപരിഹാരം നൽകിയിട്ട് കഫാറത്ത് നൽകിയിട്ട് പ്രീതി അടയരുത്. അങ്ങനെ പറഞ്ഞ അഭിപ്രായക്കാരുണ്ടെങ്കിലും ഏറ്റവും ഉത്തമവും ഏറ്റവും തെളിവിൻ്റെ സഹായത്തോടു കൂടി നാം മനസ്സിലാക്കുന്ന ശൈലിയും അത് ഖളാ വീട്ടണം എന്ന് തന്നെയാണ്. അത് തുടർച്ചയായിട്ട് വീട്ടിയിട്ടില്ലെങ്കിലും അല്പാൽപമായിട്ട് വീട്ടി തീർത്താൽ മതിയാകുന്നതാണ് അടുത്ത വർഷം റമദാൻ വരുന്നതിന് മുമ്പായിട്ട്. സഹോദര സഹോദരിമാരെ, അതെ, അപ്പോൾ നാം ഇപ്പോൾ ഷാബാനിനെ കുറിച്ച് ചർച്ച ചെയ്തു വരികയാണ്. ഷാബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പഠിച്ചു. നിങ്ങൾ ഈ കേട്ടതായ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ്, എൻ്റെ മേലിൽ നിർബന്ധ നോമ്പുണ്ടാകും എന്നതും ആ നോമ്പ് ഞാൻ ഷാബാൻ വരെ പിന്തിപ്പിക്കുമെന്ന് പറഞ്ഞതും അത് ബുഖാരിയിലുമുണ്ട് മുസ്ലിമിലുമുണ്ട്. ബുഖാരിയിൽ 1950, മുസ്ലിമിൽ 1146 ഹദീസുകളാണ്. ഇതുവരെ നാം പറഞ്ഞതായ ഹദീസുകൾ ഷാബാ മാസത്തിലുള്ള നോമ്പുകളുടെ പ്രത്യേകതയെക്കുറിച്ചുള്ള ഹദീസുകൾ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളാണ്. ബുഖാരിയിലുമുള്ളതാണ്, മുസ്ലിമിലുമുള്ളതാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ചില ഹദീസുകൾ അത് ചർച്ചയ്ക്ക് വിധേയമായ ഹദീസാണ്. അതിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഹദീസ് പണ്ഡിതന്മാരിൽ നിന്നിട്ട് മുമ്പന്മാരായ പണ്ഡിതന്മാർ ആ ഹദീസുകളെക്കുറിച്ച് അത് ശരിയല്ല, സഹീഹല്ല, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പന്മാരെന്ന് പറയുമ്പോൾ മഹാനായ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു മഹദിയുണ്ട്, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലുണ്ട്, മഹാനായ ഇമാം അബൂ സുറൈയുണ്ട്. അവരൊക്കെ സഹിയല്ല എന്ന് പറഞ്ഞവരാണ്. ഇമാം തുർമുദി ആണെങ്കിൽ അവർക്ക് ശേഷം വന്ന ആളാണ് തുർമുദി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സുനനിൽ അദ്ദേഹം സഹിയാക്കിയിട്ടുമുണ്ട് താനും. ഇതേതാണ് ഹദീസ്? ഇദന്തസഫ ഷഅബാൻ, ഷഅബാ മാസം പകുതിയായി കഴിഞ്ഞാൽ ഫലാ തസൂമു, നിങ്ങൾ നോമ്പ് പിടിക്കരുത് എന്ന ഹദീസ്. ഷഅബാ മാസം 15 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന ഹദീസ്. എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും സഹിയായി കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ലാ യതഖദ്ദമന്ന അഹദുക്കും റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ ഇല്ലാ അൻ യകൂന റജുലുൻ കാന യസൂമു സൗമഹു ഫല്യസും ദാലിക്കൽ യൗം. നിങ്ങളിൽ നിന്നിട്ട് ആരും തന്നെ ശഅബാ മാസം അവസാനിക്കുന്ന സമാപന ദിവസം റമളാനിലുള്ള 1-2 ദിവസം മുമ്പ് നോമ്പ് പിടിക്കരുത്. ഇത് വിരോധിക്കപ്പെട്ടതാണ്. ഏത്? റമളാന് മുമ്പുള്ള ശഅബാ മാസം 28, 29 ദിവസം നോമ്പ്. ആ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കരുത്. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുകയാണ്. അവരിൽ നിന്നിട്ട് പിടിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞവരിൽ നിന്നിട്ട് റസൂലുള്ളാഹി തന്നെ ഒഴിവാക്കി പറഞ്ഞവരുണ്ട്. ആരാണ്? ഇല്ലാ അൻ യകൂന റജുലുൻ, ഒരാളൊഴിച്ച്. അയാൾ ആരാണ്? കാന യസൂമു സൗമഹു, എല്ലാ ആഴ്ചയും മൂപ്പര് നോമ്പ് പിടിക്കാറുണ്ട്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശഅബാ മാസം 28-ലോ 29-ലോ വന്നത് തിങ്കളാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് എങ്കിൽ അദ്ദേഹം നോമ്പ് നോക്കുന്നതുകൊണ്ട് വിരോധമില്ല. അപ്പോൾ വിരോധം ആർക്കാണ്? ആ സാധാരണ നോമ്പ് നോക്കി പരിചയമില്ലാത്തവർക്ക് വിരോധിക്കപ്പെട്ടതാണ് എന്നർത്ഥം. ബുഖാരിയിലാണ് ഹദീസ് 1914. അപ്രകാരം തന്നെ മുസ്ലിമിൽ 1082 നമ്പർ ഹദീസ്. അപ്പോൾ മുത്തഫഖുൻ അലൈഹിയാണെന്നർത്ഥം. അഥവാ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്നല്ലാതെ അല്പം മുമ്പ് പറഞ്ഞതായ 15 കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോക്കാൻ പാടില്ല എന്ന ഹദീസിന് ഇമാം ഇബ്നു മഹദിയും ഇമാം അബൂ സുറൈയും ഇമാം അഹ്മദ് ബിൻ ഹംബലൊക്കെ സഹീഹ് അല്ല എന്ന അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് ഈ വിഷയത്തിൽ പലർക്കും ചോദിക്കാൻ തോന്നുന്നതും 15 ദിവസം നമ്മുടെ ഖൗമ് നോക്കാറുള്ള, ലോകത്തിൽ ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം നോക്കാൻ വേണ്ടി പാടുപെടാറുള്ള, വ്യാപകമായി അറിയപ്പെടുന്നതും കിതാബിൽ എവിടെയും അവർ തന്നെ വായിക്കാത്തതും പഠിക്കാത്തതുമായ നോമ്പാണ്. കിതാബിൽ സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലൂടെ സുന്നത്തായ നോമ്പ് ആ ദിവസത്തിൽ ഇല്ലതാനും. അതേ ദിവസമാണ് ശഅബാ മാസം. എല്ലാവർക്കും അറിയും, കാരണം ചക്രച്ചോറിൻ്റെ മാസമാണ് നമ്മുടെ നാട്ടിൽ, അല്ലേ?
ഞങ്ങളാ ഭാഗത്ത് തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല. ഈ ബിദ്അത്തിന്റെ ദിവസമാണോ അല്ലേ എന്ന് അന്വേഷിക്കാൻ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഭക്ഷണവും പാനീയവും മാംസങ്ങളും ഒക്കെയാണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് ബിദ്അത്താണെന്ന് മനസ്സിലാക്കാം, തീരുമാനിക്കാം പെട്ടെന്ന്. അക്കാലീങ്ങളും പള്ളക്ക് വേണ്ടി ജീവിക്കുന്നവരും ഉണ്ടാക്കിയതായ ഹദീസുകളിലൂടെ വന്നതാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കൊല്ലം മടക്കി പറയാറുള്ളതാണ്, ഞാൻ പള്ളിദർസിൽ പഠിച്ച മുസ്ലിയാരാണ്. ഞങ്ങൾ പള്ളിദർസിൽ പഠിച്ച കാലഘട്ടത്തിൽ, എൻ്റെ കാലഘട്ടം 60 കൊല്ലം മുമ്പ്, ഞങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിച്ച ഗ്രന്ഥത്തിൻ്റെ പേരാണ് 10 കിതാബ് എന്ന 12 കിതാബ്. കിതാബിൻ്റെ പേര് അഷ്റത്ത് കുത്തുബ് എന്നാണ്. കിതാബിൻ്റെ അകത്ത് 12ഓളം പുസ്തകങ്ങൾ അതിലുണ്ട് താനും. ആ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണെന്ന് ഗണിക്കപ്പെടുന്ന മദ്ഹബ് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൽ നൂറുൽ അബ്സാർ വേറെ കർമ്മശാസ്ത്രം പറയുന്ന ഗ്രന്ഥമായിട്ട്, മുത്തഫരിദ് എന്ന ഗ്രന്ഥം വേറെ, അതൊക്കെ അതിലുണ്ട് താനും. മുത്തഫരിദ് എന്ന് പറഞ്ഞാൽ ഏകനായ റബ്ബിനെ കുറിച്ചുള്ള അൽ മുത്തഫരിദ് ബിൽ ഉലൂഹിയ്യ, ഉലൂഹിയത്ത് കൊണ്ട് ഏകനായവൻ എന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നതായ ആ പദമുള്ളത് കൊണ്ട് ആ കിതാബിൻ്റെ പേര് തന്നെ അൽ മുത്തഫരിദ് എന്നാണ്. ആ പദം തന്നെ കുറിക്കുന്നത് ഏകനായ റബ്ബിന് മാത്രമായിരിക്കണം ആരാധന, അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന, അവന് മാത്രമായിരിക്കണം ആരാധനയുടെ എല്ലാ ഇനം സമർപ്പിക്കേണ്ടത് എന്നതാണ്. അതൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസമായിട്ട് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചതാണ്. ആ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായിട്ടൊരു കിതാബുണ്ട്. ആ കിതാബിൻ്റെ പേര് കിതാബ് സൗം എന്നാണ്. എന്താണ്? കിതാബ് സൗം. ഈ കിതാബ് സൗം എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിൽ ആധികാരിക നോമ്പുകൾ എന്തൊക്കെയുണ്ട് അത് പറയുന്ന കിതാബാണത്. ഷാഫി മദ്ഹബിൽ ആധികാരിക നോമ്പുകൾ എന്തൊക്കെയുണ്ട് അത് ആ കിതാബിലുണ്ട്. ആ കിതാബ് പരിശോധിച്ചാൽ അതിൽ നാം സാധാരണ നോക്കാറുള്ള അല്പം മുമ്പ് ഞാൻ പറഞ്ഞ വ്യാഴാഴ്ച നോമ്പുണ്ട്, തിങ്കളാഴ്ച നോമ്പുണ്ട്, അറഫ നോമ്പുണ്ട്. അറഫ 9-ാം ദിവസം ദുൽഹജ്ജ് മാസം നോമ്പ് ഹാജിമാരല്ലാത്തവർക്ക് ഉണ്ട്. ആശൂറ താസുആ നോമ്പുണ്ട്. അതുപോലെ തന്നെ അതിന് അല്പം മുമ്പ് ഞാൻ പറഞ്ഞതായ റമദാൻ കഴിഞ്ഞ ഉടനെയുള്ളതായ സിത്ത് നോമ്പുണ്ടല്ല, 6 നോമ്പ്, അതും അതിലുണ്ട്. അപ്പോൾ സുന്നത്തായ ഹദീസ് സ്ഥിരീകരിച്ച ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വിശേഷിപ്പിച്ച മറ്റു നമ്മുടെ ഇമാമുകളൊക്കെ അവരുടെ ഗ്രന്ഥം എഴുതിയവരാണെങ്കിൽ, ഗ്രന്ഥത്തിൽ അല്ലാത്ത റിപ്പോർട്ടുകളിലൂടെ പറഞ്ഞവരാണെങ്കിൽ അങ്ങനെ സ്ഥിരീകരിച്ച് പോയതായ സുന്നത്തായ നോമ്പുകളൊക്കെ ആ ഗ്രന്ഥത്തിലുണ്ട് താനും. മനസ്സിലായില്ലേ? പക്ഷേ ആ ഗ്രന്ഥത്തിൽ എന്തില്ല? റജബ് മാസം 27 നോമ്പില്ല. ഈ മാസം കഴിഞ്ഞ മാസം അറിവില്ലാത്തവർ നോക്കി കുറ്റം സമ്പാദിച്ച ആ നോമ്പില്ല. അപ്രകാരം തന്നെ ശഅബാൻ 15 നോമ്പുമില്ല. നാം ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നതായ ശഅബാൻ നോമ്പും ആ കിതാബിലില്ല. എന്തുകൊണ്ടില്ല? സ്ഥിരീകരിക്കപ്പെട്ട ഹദീസുകളില്ലാത്തത് കൊണ്ടില്ല. അതുകൊണ്ട് പള്ളി ദർസിൽ പണ്ട് നാം പഠിച്ചപ്പോൾ പഠിക്കാത്തതാണ് ഈ സാധനങ്ങൾ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ മസ്ജിദ് നബവിയിൽ 74 മുതൽ പറയാൻ തുടങ്ങിയതാണ്. ഈ പള്ളി ദർസിൽ പഠിച്ച കാലഘട്ടങ്ങളിൽ പള്ളി ദർസിൽ പഠിപ്പിച്ചതിൽപ്പെട്ടതല്ല, പഠിപ്പിച്ച ഗ്രന്ഥങ്ങളിലുള്ളതല്ല. ഉറൂസിൻ്റെ ബാബാകുന്നു എന്നൊരു ബാബ ഞങ്ങൾ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ച് വളരെ ക്ലിയറായിട്ട് അവിടെ വിശദീകരിച്ച് ചെറുപ്പത്തിലെ പഠിച്ചതാണ്. ഖബർ കെട്ടിപ്പൊക്കൽ ഹറാമാണ്, ഖബർ സന്ദർശനം ഇസ്ലാം അനുവദിച്ചതാണ്, അത് ഖബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അത് പരലോക മോക്ഷത്തിന് വേണ്ടിയും പരലോകത്തെ ഓർക്കാൻ വേണ്ടിയുമുള്ളതാണ്. അതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പള്ളി ദർസിൽ വെച്ചിട്ട്. അതേ സമയത്ത് റാത്തീബിൻ്റെ ബാബാകുന്നു, മൗലൂദിൻ്റെ ബാബാകുന്നു എന്ന പേരിൽ സ്പെഷ്യൽ ബാബുകൾ ഞങ്ങൾ ഓതിയിട്ടില്ല, പഠിച്ചിട്ടില്ല. ഏതുപോലെ നിങ്ങൾ ഈ കേട്ടതായ കിതാബു സൗമി എന്ന ഗ്രന്ഥത്തിൽ റജബ് 27 നോമ്പ് പറഞ്ഞിട്ടില്ലാത്തതുപോലെ ശഅബാൻ 15 നോമ്പ് പറഞ്ഞിട്ടില്ലാത്തതുപോലെ അത് ചെയ്യുന്നവർക്ക് എതിര് തെളിവാണ്. അത് ചെയ്യുന്നവർക്ക് എതിര് തെളിവാണ് എന്നത് പറയാൻ വേണ്ടിയാണ് ഈ വിശദീകരണം ഇവൻ നൽകിയത്. എന്നാൽ അങ്ങനെയുള്ള 15-ാം ദിവസത്തിലുള്ള നോമ്പ്, അത് അവർ ആ ദിവസത്തിന് പ്രത്യേക പേര് തന്നെ വെച്ചിട്ടുണ്ട്. എന്താണത്? ബറാത്ത് ദിവസം എന്നതാണ്. ഞാനതിന് പേര് വെച്ചത് വരാത്ത ദിവസം എന്നാണ്. ഞാനതിന് പേര് വെച്ചത് പണ്ട് തന്നെ പറയാനുള്ളതാണ്, ഇത് വരാത്ത ദിവസമാണ്. അങ്ങനെയുള്ളൊരു ദിവസം ഇസ്ലാമിലില്ല.
അത് കള്ള ഹദീസിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ കള്ള ഹദീസിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തിൽ ഹദീസിലോ ഖുർആൻ പോകട്ടെ, ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലുമില്ല, അല്ലാത്ത കള്ള ഹദീസിലുമില്ലാത്തതായ യാസീൻ ഓത്ത്, സൂറത്ത് ദുഖാൻ ഓത്ത്, അങ്ങനെയുള്ള സ്പെഷ്യൽ സൂറത്തുകളൊക്കെ ഓതലും എന്നിട്ട് ഈ സൂറത്തുകളുടെ പിന്നിലൊക്കെ ലക്ഷ്യം എന്താണ്? റിസ്ക് വർദ്ധിച്ച് കിട്ടാനും ആയസ് വർദ്ധിച്ച് കിട്ടാനും എന്നൊക്കെ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ഓതലാണ്. അതൊക്കെ സലാത്തിൻ്റെ കിതാബ് എന്ന് നമ്മുടെ നാട്ടിൽ പണ്ട് പറയാറുള്ള, ഇപ്പോൾ അത് ഞാൻ വരുന്ന കാലഘട്ടത്തിൽ 11 കിതാബുകളായിരുന്നു ഒരു ഏടിലുള്ളത്. അങ്ങനെയുള്ള കിതാബ് ഇപ്പോൾ വർദ്ധിച്ചിട്ട് ആയിരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഉണ്ടാക്കിക്കൊണ്ടേ പ്രചരിച്ചുകൊണ്ടേ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ ബിദ്അത്തുകളിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്ന ഗ്രന്ഥങ്ങളാണത്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലുള്ളതാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതായ ആ സൈസിലുള്ളതായ പ്രത്യേകതകൾ, ആ സൈസിലുള്ളതായ ദിവസങ്ങൾ, ആ സൈസിലുള്ളതായ നോമ്പുകൾ. അതൊന്നും യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർ ചെയ്യാൻ പാടുള്ളതല്ല. സിദ്ധിച്ച ലാഭം മതി എന്ന് ഞാൻ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെ നാം ഇപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസമായി കഴിഞ്ഞാൽ 1-ാം തീയതി മുതൽക്ക് തന്നെ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ധാരാളമായി നോമ്പ് പിടിച്ചുകൊണ്ടേയിരിക്കും. അതെന്തേ ഈ ഖൗമ് ചെയ്യാത്തത്? എന്താ അത് ചെയ്യാത്തത്? അത് കടുകട്ടിയുള്ള ബുഖാരിയിലുള്ള മുസ്ലിമിലുള്ള ഹദീസല്ലേ, അത് ചെയ്തൂടെ? പിന്നെ ചൂട്ട് കത്തിച്ച് നോക്കിയാൽ ശരിയോ അല്ലേ എന്ന് ചർച്ചയ്ക്ക് വിധേയമായ ഈ ബറാത്ത് എന്ന് പറയുന്ന വരാത്ത രാത്രിയിൽ ആ ദിവസത്തിലുള്ള പകലിൽ നോമ്പ് എവിടുന്ന് കിട്ടി? അല്ലെങ്കിൽ നോമ്പ് എന്താ നോൽക്കണമെന്ന നിർബന്ധം? അത് റസൂല് വിരോധിച്ചത് ചെയ്യാൻ അൽ മംനൂഉ മർഗൂബ്, വിരോധിക്കപ്പെട്ടത് ആഗ്രഹിക്കപ്പെടുന്നതാണ് എന്നാണ്. വിരോധിക്കപ്പെട്ടത് ആഗ്രഹിക്കപ്പെടുന്നത് എന്നാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മോട് എന്തും ശറഅാവട്ടെ അല്ലാതെയാവട്ടെ ആ സ്ഥലത്ത് നിങ്ങൾ പോകരുത്, അത് കാണരുത്, അത് നോക്കരുതെന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കണം, എന്താ അവിടെ ഉള്ളത്, ഇങ്ങനെ ഒന്ന് ചിക്കിക്കുത്തി നോക്കാൻ എല്ലാവർക്കും എന്തുണ്ടായിരിക്കും? ജിജ്ഞാസ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടായിരിക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി. അതാണ് മനുഷ്യ പ്രകൃതി, മനുഷ്യ സഹജമായി നാം കാണാറുള്ളത്. അതിന് വിപരീതം പ്രവർത്തിക്കലാണ് ഖുർആൻ അനുസരിച്ച് സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്നത്. അങ്ങനെയുള്ള ചർച്ചയ്ക്ക് വിധേയമായ ഹദീസുകളിലൂടെ 15-ാം ദിവസത്തെക്കുറിച്ച് വന്നതായ ഭാഗത്തിൽപ്പെട്ടതാണ് അൻ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുമ. ഉസാമ ബിൻ സെയ്ദ് ബിൻ ഹാരിഥയുടെ മകൻ ഉസാമ റളിയല്ലാഹു തആല അൻഹുമ, വാപ്പയും മുസ്ലിമാണ് മകനും മുസ്ലിമാണ്. റളിയല്ലാഹു തആല അൻഹുമ പറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഞാൻ കേട്ടു. എന്ത്? ذلك شهر يغفل الناس عنه بين رجب ورمضان. റമളാനിൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ളതായ ഒരു മാസമാണ് മനുഷ്യന്മാർ അശ്രദ്ധരായ മാസമാണത്. അങ്ങനെയുള്ള ഒരു മാസമാണ് ആ മാസം. അത് പൊതുവേ മൊത്തത്തിൽ ഇത് ഹദീസ് ലഈഫായ ഹദീസാണ്. ഈ ലഈഫായ ഹദീസിൽ തന്നെ ഉള്ളത് ശൈലി എന്താണ്? നിങ്ങൾ കേൾക്കുക. മാസത്തെക്കുറിച്ചാണ്, 15-ാം ദിവസത്തെക്കുറിച്ചല്ല, മാസത്തെക്കുറിച്ചാണ്. ആ മാസം ജനങ്ങൾ അശ്രദ്ധരായൊരു മാസമാണ്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ. അത് അല്ലാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതായ മാസമാണ്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. എൻ്റെ അമല് ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് കയറട്ടെ എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് നബി പറഞ്ഞു എന്നതാണ്. ചിലർ ഹസനാക്കിയിട്ടുണ്ട്, ചിലർ അതിനെ ലഈഫാക്കിയിട്ടുമുണ്ട്. ഈ ഹസനാണ് എന്ന അഭിപ്രായ പ്രകാരം തന്നെ ശഅബാൻ മാസത്തെക്കുറിച്ച് വന്നതായ സ്ഥിരീകരിക്കപ്പെട്ട മൊത്തത്തിൽ ശഅബാനെ കുറിച്ച് പറയുന്നതായ ഏക ഹദീസാണിത്. എന്നല്ലാതെ ശഅബാനിലുള്ള നോമ്പ് അത് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു. ശഅബാൻ മാസത്തിൽ നോമ്പ് 1-ാം തീയതി തന്നെ റസൂൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. അത് നാം വർദ്ധിപ്പിക്കുന്നുണ്ട്, വിരോധമില്ല. പക്ഷേ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് 15-കാർ ബറാത്തുകാർ 15-ൽ മാത്രം നോമ്പ് പിടിക്കുകയും അതിനു മുമ്പുള്ള നോമ്പുകൾ പിടിക്കാതിരിക്കുകയും അതിനുശേഷം നോമ്പ് പിടിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അതിനെന്തർത്ഥം? ഇനി അങ്ങനെ തന്നെ സമ്മതിക്കാം. എന്തുകൊണ്ട്? ഈ ശഅബാൻ മാസത്തിൽ റസൂൽ നോമ്പ് വർദ്ധിപ്പിച്ചു എന്ന ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസ് അവിടെ ഇല്ലേ? അതനുസരിച്ച് അമൽ ചെയ്തൂടെ? എന്നാൽ അത് ചെയ്യുകയില്ല താനും. എന്തേ? ഇബ്ലീസിൻ്റെ നിർബന്ധം ഉമ്മത്ത് മുഹമ്മദിനെ കൊണ്ട് എങ്ങനെയെങ്കിലും തെറ്റിയിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സുന്നത്തിൽ നിന്നിട്ട് ദൂരപ്പെടുത്തണം, എങ്ങനെയെങ്കിലും ബിദ്അത്തിലേക്ക് അവരെ അടുപ്പിക്കണം എന്ന നിർബന്ധം.
പിന്നെ ഈ റഫ്ഉൽ അമാൽ ഉണ്ടല്ലോ, നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്നത് കൊല്ലത്തിലൊരു മാസം മാത്രം എന്നതായ ഈ ശൈലി നമുക്കറിയാം. അങ്ങനെയല്ലല്ലോ. നാം സാധാരണ നമ്മുടെ അമൽ ഇവിടുന്ന് ഉയർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ വാതിൽ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും തുറക്കപ്പെടും. ഇവിടെ ജീവിക്കുന്നവരുടെ അമല് സ്വർഗത്തിൻ്റെ വാതിലേക്ക് തുറക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ആകാശത്തിലേക്ക്, വാനലോകത്തിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ തുറക്കപ്പെടുന്ന ദിവസത്തിൽ ഇവിടെ നിന്ന് ഉയർത്തപ്പെടുന്ന അമലുകളിൽ നിന്നിട്ട് ആരുടെ അമൽ ഉയരൂല? ആരുടെ അമൽ ഉയരൂല? തമ്മിൽ കോപിച്ച വിഭാഗത്തിൻ്റെ അമലുകൾ ഉയരൂല. തമ്മിൽ കോപിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളുടെ ഇബാദത്തുണ്ടല്ലോ, നിങ്ങൾ പ്രതീക്ഷിക്കുക അവർ സുൽഹാവട്ടെ എന്ന് പറയപ്പെടും എന്നതാണ് മലക്കളോട്. അവരുടെ അമൽ മീത്ത കയറാൻ വീടൂല എന്നാണ്. അപ്പോൾ അമൽ കയറുക എന്നതും സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുക എന്നതും ഇതൊക്കെ മറ്റു ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ഒരു പ്രത്യേക ശഅബാൻ മാസം 15 മാത്രം അങ്ങനെ മനസ്സിലാക്കിയവർ മനസ്സിലാക്കിയതുപോലെ ഉയർത്തപ്പെടുന്നതായ കാര്യമല്ല. ശഅബാൻ മാസത്തിലും മാത്രമല്ല, എല്ലാ മാസത്തിലും ഇവിടെ നിന്ന് ഉയർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് താനും. പിന്നെ ഈ വിഷയത്തിൽ ഏറ്റവും ദഈഫായ ഹദീസുകളായിട്ട് കാണുന്നു, ഇന്നല്ലാഹ യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ ഇലാ സമാഇ ദുനിയ. ശഅബാൻ മാസം 15-ാം ദിവസമാകുന്ന ശഅബാന്റെ പകുതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുമെന്നാണ് ആകാശത്തിലേക്ക്. ഫയഗ്ഫിറു ലഅക്തറ മിൻ അദദി ശഅരി ഗനമി കൽബ്. കൽബ് ഗോത്രത്തിൻ്റെ കൂടെയുള്ള ആടുകളുടെ രോമങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് അള്ളാഹ് പുറത്തു കൊടുക്കുകയും ചെയ്യും എന്നതാണ്. ഈ ഹദീസിനെ കുറിച്ച് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മുഹമ്മദിനെ ഞാൻ കേട്ടു ആ ഹദീസിനെ ദഈഫാക്കുന്നതായിട്ട്. ആരാ മുഹമ്മദ്? മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം അൽ ബുഖാരി അൽ ബർദിസ്ബഹ് അൽ ജുഅഫി റഹ്മത്തുള്ളാഹി അലൈഹി. ബുഖാരി ഇമാമിനെ പരിചയമില്ലേ? അയാളെ പേരങ്ങൾ കേട്ടത്. മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം ഇബ്നു ഇസ്മാഈൽ അൽ ബർദിസ്ബഹ് അൽ ജുഅഫി, അദ്ദേഹത്തിൻ്റെ പേരാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ചാണ് മുഹമ്മദിനെ ഞാൻ കേട്ടു. കാരണം മുഹമ്മദ് അഥവാ ഇമാം ബുഖാരി ആരുടെ സമകാലനാണ്? തുർമുദി ഇമാമിൻ്റെ സമകാലനാണ്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. അതാണ് തുർമുദി പറയുന്നത്, മുഹമ്മദ് ഈ ഹദീസിനെ ദഈഫാക്കുന്നതായിട്ട് ഞാൻ കേട്ടു റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅ. അപ്പോൾ ശേഷിക്കട്ട ഹദീസിനെ ആസ്പദമാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇറങ്ങുന്ന രാത്രിയാണ് എന്ന പേരിൽ അള്ളാഹു ശഅബാൻ മാസം പകുതിയിൽ മാത്രമാണോ ഇറങ്ങുക? ബുഖാരിയിലും മുസ്ലിമും സഹീഹ് ഹദീസുകളിൽ പല ഹദീസുകളിലും പലപ്പോഴും നാം ഇവിടെ കേൾപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ. എന്ത്? അള്ളാഹു ഒന്നാൻ ആകാശത്തിലേക്ക് അവൻ്റെ ദാത്തിനോട്, അവൻ്റെ അളമത്തിനോട്, അവൻ്റെ ജലാലിനോട് യോജിച്ച രൂപത്തിലുള്ള ഇറക്കം ഇറങ്ങും എല്ലാ ദിവസം രാത്രി. അർദ്ധരാത്രി ആയിക്കഴിഞ്ഞാൽ പ്രത്യേകം അവസാനത്തെ 3-ാം ഭാഗം. എന്നിട്ട് ചോദിക്കും, ഹൽ മിൻ സായിലിൻ ഫഉതിയഹു സുഅല. ചോദിക്കുന്നവര് ആരുണ്ട് ചോദിക്കാൻ, എന്നോട് പ്രാർത്ഥിക്കാൻ, എന്നോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കൈപ്പൊക്കാൻ. ഹൽ മിൻ സായിലിൻ ഫഉതിയഹു സുഅല ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ല. എന്നോട് ആര് പാപമോചനത്തിന് ചോദിക്കുന്നവരുണ്ട്, ചോദിക്കട്ടെ, ഞാൻ അവന് പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന് എല്ലാ രാത്രിയിലും നാം ഇവിടെ പറയാറുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ കൈ നീട്ടുന്നതായ റബ്ബ് പകലൊരു രാത്രിയും കൈ നീട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൻ ഒന്നാം ആകാശത്തിലേക്ക് അവൻ്റെ ദാത്തിനോട് അളമത്തിനോട് യോജിച്ച രൂപത്തിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അള്ളാഹിൻ്റെ ഇറക്കത്തെക്കുറിച്ച് ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് വിശ്വസിക്കുന്ന വിശ്വാസം അങ്ങനെയാണ്. നമുക്ക് രൂപമറിയുകയില്ല, നമുക്ക് കോലമറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ മീതെ സിംഹാസനസ്ഥനാണ് എന്ന വാക്ക് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ വെച്ചിട്ട് അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനോട് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു അവൻ്റെ അർശ്, ആ അർശിൽ അവൻ ഇസ്തവ എന്ന് പറയുന്നത് അറബി ഭാഷയിൽ എല്ലാവർക്കും അറബി അറിയുന്നവർക്കറിയാം. പക്ഷെ എങ്ങനെയാണ് എന്നത് ആർക്കും അറിയുകയില്ല. എങ്ങനെയാണ് എന്നത് അറിയാത്ത രൂപത്തിൽ തന്നെ
അള്ളാഹു ആ അർശിന്റെ മീതെ മുസ്തവിയാണ് എന്നത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യൽ ബിദ്അത്താണ്. അതുകൊണ്ട് മാ അറാക ഇല്ലാ മുബ്തദിഅ, നീ മുബ്തദിഅ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉഖ്റുജ്, ഇവിടുന്ന് പുറത്തുപോടാ ഈ സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയെന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. മുബ്തദിഅകളെ പണ്ട് തന്നെ കണ്ടു സഹിക്കലില്ല നമ്മുടെ ഇമാമുകൾക്ക് കണ്ടു സഹിക്കാൻ സാധിക്കാറില്ല. മുബ്തദിഅകളെ ദീനിലില്ലാത്ത അല്ലെങ്കിൽ കള്ള ഹദീസുകൾ പേറി നടന്നിട്ട് റജബ് 27 അതുപോലെയുള്ളതായ കൃത്രിമ നോമ്പുകളും കൃത്രിമ ഇബാദത്തുകളും ദീനിൽ കൂട്ടിച്ചേർക്കുന്നവരെ കണി കണ്ടൂടാ നമ്മുടെ ഇമാമുകൾക്ക്. പണ്ട് തന്നെ അങ്ങനെയാണ്. അപ്പോൾ നാം പറഞ്ഞു വന്നത്, അള്ളാഹു ഇറങ്ങുമെന്നത് നാം വിശ്വസിക്കൽ അള്ളാഹുവിൻ്റെ ദാത്തിനോട് അളമത്തിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള ഇറക്കമാണ്. രൂപം നമുക്കറിയുകയില്ല. നാം ഇറങ്ങുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാം കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിൽ നമുക്ക് ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് അഭിപ്രായ വ്യത്യാസമുള്ളവർ മുബ്തദിഅകളാണ്. അത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്ത് അതിനെ തള്ളിപ്പറയുന്നവരല്ല. എന്നാൽ ഈ അള്ളാഹുവിൻ്റെ ഇറക്കം എല്ലാ രാത്രിയിലുമുണ്ട്. പിന്നെന്തൊരു ഷഅബാൻ 15 പ്രത്യേകത മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഷഅബാൻ 15 മാത്രമുള്ള ആ നിഗമനം എന്താണെന്നാണ് നാം പഠിച്ചത്? തെറ്റാണ് എന്നാണ് പഠിച്ചത്. എന്നാൽ നിങ്ങൾ നോക്കുക, ഈ ബിദ്അത്ത് ചെയ്യുന്നവർ പേറി നടക്കുന്നതായ കള്ള ഹദീസിൻ്റെ സമാപനം അവരെ സഹായിക്കുന്നില്ല. കാരണം ബിദ്അത്ത് ചെയ്യുന്നവർ പേറി നടക്കുന്ന, ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ശഅബാൻ 15 ഇറങ്ങി വരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നവർ ചോദിക്കട്ടെ, ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറയും. ആർക്കൊഴിച്ച്? അതേ കള്ള ഹദീസിലുള്ളതാണ്. എന്ത്? ഇല്ലാ മുശ്രിക്കുൻ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കൊഴിച്ച്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അറക്കുന്ന ആ വിഭാഗങ്ങൾ കൊഴിച്ച്. മനസ്സിലായില്ലേ? അപ്പോൾ കള്ള ഹദീസ് ഉണ്ടാക്കിയിട്ട് പ്രയോജനമില്ല. കാരണം ഈ കള്ള ഹദീസ് ഉണ്ടാക്കുന്നവർ യഥാർത്ഥത്തിൽ നമുക്ക് അവരിൽ നിന്നിട്ട് പലരെയും കാണാറുള്ളത് അള്ളാഹുവിനെ ഹിദായത്തിലാക്കട്ടെ ശിർക്ക് ചെയ്യുന്നവരായിട്ടാണ്. അപ്പോൾ ശിർക്ക് ചെയ്യുന്നവർക്ക് ഈ കള്ള ഹദീസിൽ തന്നെ അവകാശമില്ല എന്നർത്ഥം. അത്ഭുതമല്ലേ? നമുക്കതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ മുഷാഹിനൂൻ, അങ്ങുമിങ്ങും തർക്കിക്കുന്ന വിഭാഗങ്ങൾ ഒഴിച്ച്. പിന്നെ നിങ്ങൾ ഈ കേട്ടതായ ഹദീസുകളല്ലാത്ത നോമ്പിനെക്കുറിച്ചുള്ളത് നിങ്ങൾ ഈ കേട്ട ഹദീസുകളാണ്. അതല്ലാത്ത നോമ്പല്ലാത്ത ഇബാദത്തുകളെക്കുറിച്ച് ഈ വിഷയത്തിൽ ഹദീസുകളുണ്ട്. കേരളത്തിലത് വ്യാപകമല്ല. കാരണം കുറച്ച് പ്രയാസമുണ്ട് ചെയ്ത് കിട്ടാൻ. അതുകൊണ്ട് അത് പരിചയപ്പെടുത്താറില്ല. അതെന്താണ്? 100 റക്അത്ത് നിസ്കരിക്കുക, അതിന് ഇന്ന് 1-ാം റക്അത്തിൽ ഇന്ന് തോതാ, 2-ാം റക്അത്തിൽ ഇന്ന് തോതാ, അങ്ങനെയൊക്കെ. അത് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഖുതുബത്ത് റാത്തീബ് ഓതുന്ന വേളയിൽ 12 റക്അത്ത് ഒരു കാട്ടിക്കൂട്ടും. എന്ത്? ആ 12 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ആ ഖുതുബത്ത് റാത്തീബ് ഓതേണ്ടതെന്ന് അതിന് ഉണ്ടാക്കിയ മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയ മനുഷ്യൻ കായൽ പട്ടണക്കാരനാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, بعد الصلاة 12 من ركعة مع الفواتح والإخلاص بالخضع എന്നാണ്. 12 റക്അത്ത് നിസ്കരിക്കണം, ഓരോ നിസ്കാരത്തിലും ഫാത്തിഹ ഓതണം, ഖുൽ ഹുവല്ലാഹു ഓതണം എന്നൊക്കെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അതിപ്പോൾ നിങ്ങളെ ഞാൻ കേൾപ്പിക്കുമ്പോൾ തഫ്രീഹുൽ ഖാത്തിർ ഫി മനാഖിബ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം അത് അഹമ്മദാബാദിൽ നിന്നിട്ട് പരിഭാഷപ്പെടുത്തിയതാണ്. അതിൻ്റെ ഒറിജിനൽ പുസ്തകം ഇറാൻ ഭാഷയിലാണ്. അപ്പോൾ ഇറാനിൽ നിന്നിട്ട് വന്ന പുസ്തകമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഈ പുസ്തകം ഖുതുബത്ത് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഉടമയൊക്കെ ഉപയോഗിച്ചതായ പുസ്തകം വരുന്നത് ഇറാനിൽ നിന്നിട്ടും ഇറാഖിൽ നിന്നിട്ടുമാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ നേർക്ക് വായിച്ചതാണ്, എൻ്റെ കൂടെയുണ്ട് പുസ്തകം. അത് വിരോധിക്കപ്പെട്ട പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് താനും. മനസ്സിലാകുന്നുണ്ടല്ലോ? വിരോധിക്കപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞാൽ വായിക്കാൻ പാടില്ലാത്ത പുസ്തകം. ആ പുസ്തകങ്ങളിൽ നിന്നിട്ട് ഞാൻ പഠനാർത്ഥം കോപ്പി എടുത്തതാണ്. ആ പുസ്തകത്തിലുണ്ട് എന്ത്? ഈ 12 റക്അത്ത് എവിടേക്കാ മുന്നിടേണ്ടത്? കഅബയിലേക്കല്ല, പിന്നെയോ ഇറാഖിലേക്ക്. എന്തേ? മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ ഖബർ അവിടെയാണ്. മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ ഖബർ അവിടെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് മുന്നിട്ട് നിസ്കരിക്കണം എന്നതാണ്. അൽഹംദുലില്ലാഹ്. ഏതായാലും ബിദ്അത്തിന്റെ ശൈലി വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി അത് നമ്മൾ പറയുന്നില്ല. അവസാനം അതും പേറി നടക്കും പിന്നെ ബിദ്അത്തിന്റെ ഉടമകൾ. ഏതായാലും അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. പറഞ്ഞു വരുന്നത്, നോമ്പല്ലാത്തതായ ബിദ്അത്തുകളായിട്ട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചേർത്തിട്ടാണ് 100 റക്അത്ത് നമസ്കാരത്തെക്കുറിച്ചും മറ്റൊക്കെ ഈ ശഅബാൻ മാസം രാത്രിയിൽ 15-ാം രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവകളൊക്കെ
ഷിയാക്കളിലൂടെ ഉടലെടുത്തതാണ് എന്നത് വളരെ വ്യക്തം. കാരണം അലിയിലേക്ക് ചേർത്ത് പറയുന്നതായ മേക്ക ഹദീസുകളും അലി ബിൻ അബി താലിബിലേക്ക് ചേർത്ത് പറയുന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിലേക്കും ഹസൻ റളിയല്ലാഹു തആല അൻഹുവിലേക്കും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിലേക്കും ചേർത്ത് പറയുന്ന മിക്ക ഹദീസുകളും എന്താണ്? അത് സഹീഹല്ല, ദഈഫാണ്, ഷിയാക്കൾ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ഇവർക്കൊന്നും സഹീഹ് ഹദീസ് ഇല്ല എന്നല്ല. അത് നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. ബുഖാരിയിലുള്ളതാണെങ്കിൽ മുസ്ലിമിലുണ്ട്, മുസ്ലിമിൽ വന്നതാണെങ്കിൽ മറ്റു നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അല്ലാത്ത ഇവരിലേക്ക് ചേർത്ത് പറയുന്ന ഷിയാക്കളിലൂടെ വന്നതായ ഹദീസുകൾ മുഴുവനും കള്ള ഹദീസുകളാണ്. അതിൽ പെട്ടതാണ് ശഅബാൻ 15 ഉള്ളതായ ധാരാളം റക്അത്തുകൾ, നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പറഞ്ഞു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിദ്ധിച്ച ലാഭം മതി. നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലൂടെ, സ്ഥിരീകരിക്കപ്പെട്ടതായ ഹദീസുകളിലൂടെ തെളിഞ്ഞതായ ആ നോമ്പുകളെ നാം ശഅബാൻ മാസത്തിൽ വർദ്ധിപ്പിക്കുക. ശഅബാൻ മാസം മറ്റു മാസങ്ങളിലെല്ലാം സ്ഥിരമായിട്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുന്നവർ അത് ശഅബാൻ മാസം 15 ശേഷമാണെങ്കിൽ നോമ്പ് പിടിക്കുക. അപ്രകാരം തന്നെ ശഅബാൻ മാസം എല്ലാ മാസത്തിലും 13, 14, 15 നോമ്പ് പിടിക്കുന്ന ആളാണെങ്കിൽ ശഅബാൻ മാസത്തിലും നോമ്പ് പിടിക്കുക. അദ്ദേഹം ശഅബാൻ 15 ആയതുകൊണ്ട് പിടിക്കുന്നതല്ല, മറിച്ച് അദ്ദേഹം എല്ലാ മാസത്തിലും ഉള്ളതായ 3 നോമ്പ് നോക്കുന്നത് കൊണ്ട് പിടിക്കുകയാണ്. നിങ്ങൾ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ കാണും പോലെ എല്ലാ മാസം 13, 14, 15 ഇവിടെ റമളാൻ പോലെ സൂഫറ വിരിക്കാറുണ്ട്. ഏതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് മുറിക്കാൻ വേണ്ടി സൂഫറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിയിൽ വിരിക്കപ്പെടാറുള്ളത് പോലെ എന്നർത്ഥം. എന്നാൽ ഈ ശഅബാൻ മാസം 15 കുറിച്ച് അതിൻ്റെ പ്രത്യേകത പറയാൻ, അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്ന് സൂറത്തു ദുഖാനിനെ ആസ്പദമാക്കിയിട്ട് ഇക്രിമ റിപ്പോർട്ട് ചെയ്യുന്ന, ഇക്രിമ സഹാബിയല്ല, താബിഇയാണ്, മൗല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിൻ്റെ മൗലയാണ്, ഇബ്നു അബ്ബാസിൻ്റെ അടിമയായിരുന്നു, അവർ മോചനം ചെയ്ത വ്യക്തിയാണ് ഇക്രിമ. ഇക്രിമൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ശഅബാൻ മാസം 15 ദിവസത്തിലുള്ള രാത്രിയാണ് ഈ ആയത്തിൽ, ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചതായ ആയത്തിൽ അല്ലാഹ് പറയുന്ന മുബാറക്ക എന്ന രാത്രി കൊണ്ട് വിവക്ഷ എന്ന നിഗമനപ്രകാരം ആ രാത്രിക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരിലുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്ന നിഗമനത്തിനും ഖുർആൻ തെളിയിക്കുന്ന യാഥാർത്ഥ്യത്തിനും അതിവിരുദ്ധമാണ്. ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അതിൽ സഹാബാക്കളുണ്ട്, താബിഈങ്ങളുണ്ട്, മദ്ഹബിൻ്റെ ഇമാമുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രഗൽഭ തഫ്സീറുകൾ എഴുതിയ പണ്ഡിതന്മാരുണ്ട്. അവരെല്ലാം പറയുന്നത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമളാനിലാണ്, റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അത് ഖുർആൻ ഇറങ്ങിയത് കൂട്ടത്തോടു കൂടി ഒന്നിച്ചിട്ട് ബൈത്തുൽ ഇസ്സ എന്ന ഒന്നാം ആകാശത്തിലുള്ളതായ ആ വീട്ടിലേക്ക് ഇറങ്ങുന്ന ഇറക്കമാവട്ടെ, ഭൂമിയിലേക്ക് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന ആ സൂറത്തിൻ്റെ പ്രാരംഭത്തിലൂടെ ഗാർ ഹിറായിൽ കൂടി ഇറങ്ങിയതായ ഇറക്കമാവട്ടെ, ഇറക്കങ്ങളെല്ലാം അത് ലൈലത്തുൽ ഖദ്റിലാണ് എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിഗമനം. അത് തന്നെയാണ് അള്ളാഹു ഇവിടെ പറഞ്ഞതായ ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ഈ സൂറത്തിൽ അഥവാ ദുഖാനി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തിൽ അല്ലാഹ് പറയുന്നു, ഇന്നാ അൻസൽനാഹു, ഈ ഖുർആനിനെ നാം ഇറക്കിയത് ഫീ ലൈലത്തിൻ മുബാറക, പവിത്രതയുള്ള രാത്രിയിലാണ്. അത് ഏത് രാത്രിയാണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് നാം ഖുർആനിനെ ഇറക്കിയത്. ഖുർആൻ പരസ്പര വിരുദ്ധമാവില്ലല്ലോ, ഖുർആൻ ഒരിക്കലും ഏറ്റുമുട്ടൂല. അവിടെ ലൈലത്തുൽ ഖദറിലാണെന്ന് പറഞ്ഞു. അല്പം മുമ്പ് ഞാൻ ഓതിയ ആയത്തിൽ റമളാൻ മാസത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ലൈലത്തുൽ ഖദർ റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ആ ഖുർആൻ ഇറങ്ങിയ രാത്രി റമളാനിലുള്ള ലൈലത്തുൽ ഖദറിലാണ്. ആ ലൈലത്തുൽ ഖദറാണ് ഈ സൂറത്ത് അദ്ദുഖാൻ എന്ന സൂറത്തിൽ പറഞ്ഞ പവിത്രതയുള്ള രാത്രി. മനസ്സിലായോ? പവിത്രതയുള്ള രാത്രി. അത് പരസ്പരം ഖുർആൻ ഏറ്റുമുട്ടാതിരിക്കാൻ നാം പഠിക്കേണ്ടതായ ഒരു മഹാതത്വമാണ്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് നാം തഫ്സീർ ചെയ്യാൻ തീരുമാനിച്ചാൽ
ഈ ലൈലത്തുൽ മുബാറക്ക എന്ന് അള്ളാഹു സൂറത്തു ദുഖാനിൽ പറഞ്ഞ രാത്രി അത് തന്നെയാണ് ലൈലത്തുൽ ഖദർ, അത് തന്നെയാണ് റമളാൻ മാസം. അപ്പോൾ ലൈലത്തുൽ ഖദർ റമളാൻ മാസത്തിലാണ്. റമളാൻ മാസത്തിലുള്ള പവിത്രതയുള്ള രാത്രിയാണ് സൂറത്തു ദുഖാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതായ മുബാറക്ക എന്ന് പറയുന്ന രാത്രി എന്നർത്ഥം. അതിൻ്റെ വിപരീതം ഇക്രിമ റളിയല്ലാഹു തആല അൻഹു താബിഈയാണ്, അദ്ദേഹത്തിൻ്റെ നിഗമനമാണ് എന്ന് പറയുന്നത്. അത് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി കർശനമായിട്ട് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, അത് ശരിയല്ല, അത് നസ്സിനെതിരാണ്, പ്രകടമായ വ്യക്തമായ ഖുർആനിൻ്റെ ആ തെളിവുകൾക്ക് വിപരീതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, ഈ വിഷയത്തിൽ നാം പഠിക്കേണ്ടതായ ഭാഗമാണ്. നമ്മുടെ ടൈം അതിക്രമിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്കരമായി നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ. റമളാൻ വരെ നമുക്ക് നമ്മുടെ വയസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമളാൻ വരെ ജീവിക്കുവാനും റമളാനിൽ ചെയ്യേണ്ടതായ നോമ്പുകളും രാത്രി നമസ്കാരങ്ങളും നിർവഹിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. നമുക്ക് അള്ളാഹുവിൻ്റെ മതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സേവിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും ആത്മാർത്ഥതയും അള്ളാഹു നൽകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയതായ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും ദീനിലടിയുറച്ച് ജീവിക്കുന്നവരാണെന്ന് നാം മനസ്സിലാക്കുന്ന പലരും മരണപ്പെട്ട വാർത്തകളൊക്കെ വാട്സാപ്പിൽ കൂടിയൊക്കെ കേൾക്കാൻ സാധിച്ചു. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതത്തിൽ അടിയുറച്ച് നിന്ന് സേവിക്കാനുള്ളതായ ശാരീരിക ആരോഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്തിയവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു ദൂരപ്പെടുത്തട്ടെ. അവരിൽ നിന്നിട്ട് രോഗികളുണ്ടെങ്കിൽ അവരുടെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അള്ളാഹു നൽകട്ടെ. സന്താനങ്ങളുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. اللهم صل على محمد وعلى آل محمد وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.